ഗുരുവായൂരപ്പാ ശരണം. ഏതായാലും ആരാധന എങ്ങനെയാവണമെന്നും അത് ഭേദബുദ്ധിയോടുകൂടിയിട്ടാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള വൈഷമ്യങ്ങൾ അനുഭവിക്കണം എന്നുള്ളതൊക്കെ ദക്ഷകഥയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം ആൺകുട്ടികളുടെ കഥ എന്തായി എന്ന് ചോദിക്കുന്നു. അതിൻ്റെ മറുപടിയായിട്ട് ഉത്ഥാനവാദൻ്റെ കഥ പറയുകയാണ്. ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഭഗവാൻ അധ്വരീണ ഹവിഷാ യജമാനോ വിശാമ്പതേ ധിയാ വിശുദ്ധയാദിദ്യോ തഥാ പ്രാതുരഭൂതരി എങ്ങനെ ആഗ്രഹിച്ചുവോ ആ വിധത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായി എന്നാണ്. ഭഗവാൻ ഒരു രൂപമെടുത്ത് വരികയല്ല ചെയ്തത്. പ്രാർത്ഥിക്കുന്ന ഋഷികളുടെയും ഭക്തന്മാരുടെയും ആഗ്രഹപ്രകാരം എന്താണോ അവർ ആഗ്രഹിച്ചത് പ്രതീക്ഷിച്ചത് ആ രീതിയിൽ പ്രത്യക്ഷമായി എന്നാണ് പറയണത്. യഥാ പുമാന്ന സാങ്കേഷു ശിരപ്പാണിയദിഷു ക്വചിത് പാരക്യ ബുദ്ധിം ഗുരുതേ ഏവം ഭൂതേഷു മൽപരഹ. ഈ ഒരു ഭാവന വന്നപ്പോഴാണ് അവർക്ക് സഹിക്കാൻ സാധിച്ചത് എന്നാണ്. യഥാ പുമാന്ന സാങ്കേഷു ശിരപ്പാണിയാദിഷു കൊതിച്ചത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, അതേ ഉദാഹരണമാണ്. ഏതുപോലെ ശാരീരിക അവയവങ്ങളിൽ നമുക്ക് ഭേദബുദ്ധി ഉണ്ടാകുന്നില്ലയോ? കാരണം ഈ കൈയും വിരലുകളും കാലും കണ്ണും ത്വക്കും കാതും എല്ലാം അടങ്ങിയതാണ് നാം എന്നതുപോലെ. ഇതെല്ലാം നമ്മുടെ ഓരോ ഘടകങ്ങളാണ്. ഇതെല്ലാം ഉൾക്കൊണ്ട ആ ജീവാത്മാവും കൂടി ചേരുമ്പോഴേ ഞാൻ ആവുന്നുള്ളൂ എന്നത് ഏതുപോലെയോ ഇതേപോലെ നമ്മളിലെ തന്നെ അംശകരകൾ എങ്ങനെയാണ് ആ ഭഗവാന്റെ ആ വെഷ്ടിയിൽ എന്തുണ്ടോ ആ വെഷ്ടിയുടെ ആ സമഷ്ടി ഭാവമാണ് പ്രപഞ്ചമായി തീർന്നിരിക്കുന്നത് എന്നൊരു ബോധം ഉറച്ചു കഴിഞ്ഞാൽ ഭേദബുദ്ധി ഉണ്ടാവില്ല, ആരോടും വിരോധം ഉണ്ടാവില്ല, എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാനാണ് സാധിക്കുക എന്ന് പറയും. ചില കൊച്ചു കുട്ടികളിൽ പോലും വലിയ അറിവുണ്ടാവും, പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവണം എന്നാണ് അതിൻ്റെ സന്ദേശി. വിഷാദപ്യമൃതം ഗ്രാഹ്യം ബാലാദവി സുഭാഷിതം അമിത്രാദവി സത്വൃത്തം അമേദ്യാദവി കാഞ്ചനം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു വണ്ടിയാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അന്ന് മഴയൊക്കെ പെയ്യണു, കോട്ടൊന്നും വാങ്ങിയില്ല. പാലക്കാട് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ മഴ ഇങ്ങനെ വന്ന് അടിക്കുമ്പോൾ ഈ തുള്ളി കണ്ണിലേക്ക് വീഴാതിരിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചു. വീട്ടിലെത്തിയപ്പോൾ വലിയൊരു നഷ്ടം സംഭവിച്ചു. എന്താ അറിയോ, ഒരു അമേരിക്കയിൽ സ്ഥിരതാമസാക്കിയിട്ടുള്ളൊരു വിദ്വാൻ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹം സമ്മാനിച്ച ലെതറിൻ്റെ നല്ലൊരു ബാഗ്, ഒരു 10,000 രൂപയുടെ മുകളിൽ എന്തായാലും അതിന് വിലയുണ്ടാവും. വേറെ കുറേ സമ്മാന വസ്തുക്കളും ചെക്ക് ബുക്കും കുറച്ച് പൈസയും ഇങ്ങനെ കുറേ സാധനങ്ങൾ അടങ്ങുന്ന ബാഗ് ആണ് നഷ്ടപ്പെട്ടത്. നല്ല സങ്കടം ഉണ്ടാവും അല്ലേ? അത്രയ്ക്കൊന്നും കൂടുതൽ കരുതലൊന്നും ഇല്ല അന്നേ. അപ്പോൾ അത് നമ്മുടെ മോള് വന്നിട്ടൊരു അഭിപ്രായം പറഞ്ഞു, അച്ഛൻ എന്താ കാണിച്ചത്, അതൊന്ന് കെട്ടി വയ്ക്കായിരുന്നില്ലേ എന്നാ കുട്ടി ചോദിച്ചേ. അപ്പോൾ അതിൽ ഇതിൻ്റെ പുറകിലുള്ള കാരിയറെല്ലാം ഒരു ഇതിൽ ക്ലിപ്പിൽ പിടിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു, അത്രയേ ഉള്ളൂ, ക്ലിപ്പ് കുറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയെ പറഞ്ഞു, ഞാൻ അത് പിന്നെ ചിന്തിച്ചത്, കൊച്ചുകുട്ടിയാണ്, ആ കുട്ടിക്ക് അങ്ങനെ ഒരു ബുദ്ധി, നമുക്ക് ആ ബുദ്ധി ഉണ്ടായില്ല. ശരിയായിരുന്നു. കാരണം ഈ ക്ലിപ്പിൽ മാത്രം വിശ്വസിക്കാതെ ഒരു കയറും കൂടി എടുത്തിട്ട് ഒരു ചുറ്റിക്കെട്ടിൽ കെട്ടിയതായിരുന്നുവെങ്കിൽ ഈ വിദ്വാൻ നമ്മളെ വിട്ടു പോവില്ല. അത് നമ്മളൊരു പാഠാക്കി എടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക വെച്ചാൽ എന്ത് സംഗതിക്ക് പോവുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കെട്ടും പൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നുകൂടി നന്നായിട്ട്. അപ്പോൾ ചില നഷ്ടങ്ങൾ ചില പാഠങ്ങളെ നമുക്ക് നൽകുന്നു. ഏതിൽ നിന്നും നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നാണ് പറയണതേ. അതെ, നഷ്ടപ്പെട്ടവനാണ് നേട്ടങ്ങൾ ഉണ്ടാവുക. വലിയ ഉയർച്ചയിലെത്തിയ ആരെ വേണമെങ്കിലും നിങ്ങൾ പരിശോധിച്ചോളൂ, വലിയ ത്യാഗം അനുഭവിച്ച് കഠിനാധ്വാനത്തിലൂടെ വളർന്നവരായിരിക്കും. ഞാനും ഒരു കുഞ്ചിരാന്നൊരു സ്വാമിയുണ്ട്, ചിന്മയിലുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സമാധിയായി, മരണപ്പെട്ടു. നമ്മുടെ തറവാട്ട് വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയ സ്ഥലത്ത് അന്ന് താമസം കഷ്ടി ഇങ്ങനെ തുടങ്ങിയത്രയില്ല, അമ്മയെ കണ്ടിട്ട് നടക്കുകയാണ്. അപ്പോൾ റോഡിൽ നിന്ന് നടന്നു പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ വലിയൊരു തോട്ടമുണ്ട്. ദാസൻകുട്ടിയെ ആ തോട്ടം കണ്ടോ? അപ്പോൾ ആ തോട്ടത്തിലേക്ക് ശ്രദ്ധിച്ചു. ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പണിയെടുക്കുന്ന പെണ്ണുങ്ങളിലൊപ്പം നിന്നിട്ട് പാടത്തിറങ്ങി നിൽക്കുകയാണ്. ആ കൃഷി ഉടമസ്ഥൻ, അതൊരു സ്നേഹമാണ്. ഇതിനൊക്കെ പാടത്തിനൊക്കെ അങ്ങനെ ചില സത്യമുണ്ട് കേട്ടോ. കാരണം ഉടമസ്ഥനും കൂടിയിട്ട് എന്തെങ്കിലും ഒരു ആയുധം എടുത്തിട്ട് അതിൻ്റെ വരമ്പത്തൂടെ നടന്നാൽ പോലും അനുഭവങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അതെ, അതൊരു സ്പന്ദനമാണ്. അപ്പോൾ മകൻ വേറൊരു ബിസിനസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കോടീശ്വരന്മാരാണ്. അവന് കാലിൽ ചളി തെറിക്കാതിരിക്കാൻ വേണ്ടി റോഡിൽ നിന്ന് മാറി നിന്നിട്ട് അച്ഛനായിട്ട് എന്തൊരു കാര്യം ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് സന്ദർഭം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പൻ്റെ നോട്ടം മക്കൾക്കൊരു നേട്ടമായി, ഇനിയൊരു തലമുറ വരുമ്പോൾ പാട്ടം വന്നാൽ കൂട്ടം വരുമ്പോൾ. പിടികിട്ടിയോ? നാടൻ ഭാഷയാണ് പാലക്കാടൻ ഭാഷ. എന്താ അത്?
അപ്പൻ്റെ നോട്ടം മക്കൾക്ക് നേട്ടം, ഇനിയൊരു തലമുറയ്ക്ക് പാട്ടം, പാട്ടം വന്നാൽ കൂട്ടം. അച്ഛൻ്റെ അതേ ത്യാഗം മക്കൾക്ക് അത്ര അനുഭവിച്ചോളണമെന്നില്ല. ഇനിയൊരു തലമുറയും കൂടി ഉണ്ടാവുമ്പോൾ അത്ര പോലും നെല്ലുണ്ടാവണം മരം എങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിക്കണ തലമുറ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കോലത്തിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ പ്രകൃതിയായിട്ടൊക്കെ ഒരു ബന്ധം നമ്മൾക്കുണ്ടാവുന്നതോടൊപ്പം നമ്മൾ അനുഷ്ഠിച്ച് മക്കളെ കൂടി അതിൽ ഘടിപ്പിക്കണം. ഞാഞ്ഞൂൽ എന്തൊക്കെ തരം ശുദ്ധീകരണ ക്രിയയാണ് പാടത്ത് ചെയ്യുന്നത്. എലി മുതലായിട്ടുള്ള ജീവന്മാർ ഉണ്ടായപ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടായിരുന്നു. രാസവള പ്രയോഗം കൊണ്ട് എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായി. ആദ്യകാലത്തൊക്കെ ശീമക്കൊന്നൊരു കൊന്നയുണ്ടായിരുന്നു അല്ലേ? ആ സാധനം വെട്ടിയിട്ട് പാടത്തിട്ട് കഴിഞ്ഞാൽ ഇരുമ്പ് സത്ത് കൂടുതലുള്ള സാധനം. അത് ഒരു പൂട്ടി കഴിയുമ്പോൾ ആ പാടത്തൊക്കെ കണ്ടതിനൊരു കറുത്ത കരുവാളിച്ചൊരു നിറം വരും. അത് കഴിക്കുന്ന അതേമാതിരി ആ പയറൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ചാലിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ പയറിൻ്റെ ഒരു മണം വരും. ഇറക്കത്തിൽ സൈക്കിള് പോകണ മാതിരി ഇറങ്ങും ചാപ്പാട്. വേറെ ഒരു കൂട്ടരും വേണമെന്നില്ല. ലേശം മോരൊന്നും ഉണ്ടാവില്ല, സംഭാരം ഉണ്ടാവുള്ളൂ. എന്ത് വെള്ളത്തിൽ മോരൊഴിക്കുക എന്നല്ലാതെ ആരാ മോരിൽ വെള്ളം ഒഴിക്കണം പഴയ കാലത്തില്ലേ? എന്നിട്ട് 2 ചീനമുളകും അതിൻ്റെ ആ നാരകത്തിൻ്റെ ഇലയും കൂടി കീറിയിട്ടിട്ട് ഈ സാധനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിപിടുന്നതിന് ആൾ പോകുമെന്ന് പറയുക. ആ സ്വാരസ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. എന്താ കാരണം? സ്വാർത്ഥത വർദ്ധിച്ചപ്പോൾ കൃത്രിമ ബുദ്ധികളുണ്ടായി. തക്കാളിക്ക് തക്കാളിയുടെ വലിപ്പം കൊടുത്താൽ മതി, തക്കാളി ആപ്പിളിനമാതിരി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതൊക്കെ വന്നു. അപ്പോൾ മനുഷ്യൻ്റെ എത്ര കണ്ട് സ്വാർത്ഥത വർദ്ധിക്കുന്നുണ്ടോ അതിനനുസൃതമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു. മരുന്ന് കമ്പനിക്കാരൻ തന്നെ വേറൊരു നാമധേയത്തിൽ കാർഷിക സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആഹാരസംഗതികളുടെ വിപണനവും ഏറ്റെടുത്തു. അപ്പോൾ അതിൽ എന്താ പറയുക, മുളകിൽ ഇഷ്ടികപ്പൊടി കൂട്ടിക്കൊണ്ടും മഞ്ഞളിൽ അല്ലേ, അങ്ങനെ ഒരു വിദ്വാൻ എന്തോ ഒരു അസുഖം വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഈ ആഹാര സാധനങ്ങളുടേതാണെന്ന്. വിശിഷ്യ മഞ്ഞളൊക്കെ കൂടുതൽ പാലിൽ മഞ്ഞളൊക്കെ ഇട്ട് കലക്കി കുടിക്കുന്ന സ്വഭാവം ഉണ്ട് അത്രേ. അങ്ങനെ പുള്ളി ദേഷ്യം വന്നിട്ട് കോടതിയിൽ കേസ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. കേസ് കൊടുത്തപ്പോൾ കേസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തി കോടതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കീൽ ആർഗ്യൂ ചെയ്തു. എന്താണത്രേ പറഞ്ഞത്? സർ, തെറ്റിദ്ധരിക്കരുത്, ഒരു അപേക്ഷയുണ്ട്. ഞങ്ങളുടെ പാക്കറ്റിൽ ഒരിക്കലും മഞ്ഞൾപ്പൊടി എന്ന് ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ല, മഞ്ഞപ്പൊടി എന്ന് എഴുതിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്ക്, ഈ ജാതി വിളവും കൊണ്ടാണ് ആളുകൾ പോണത്. അപ്പോൾ വിഷാംശത്തെ ഇല്ലാതാക്കാൻ ഉപകരിക്കുന്ന സാധനമാണ്, അതിൽ വിഷാക്കിയിട്ടാണ് ഉണ്ടാക്കണത്. പാഷാണത്തിൽ കൃമി എന്ന് പറഞ്ഞ മാതിരി. പക്ഷേ ആളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. കുറച്ച് വിഷയങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇവരുടെ 1-2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ആക്സിഡൻ്റായിട്ടും പോയി, മറ്റേ കുട്ടിയിട്ട് വയറ്റിൽ ക്യാൻസറായിട്ടും പോയി ഒരു മകൾ. കുറേ കാശ് മാത്രം ഉണ്ടാക്കി വെച്ചു. അനുഭവം ഉണ്ടായോ? ഇതാണ് ധർമ്മബോധത്തിൻ്റെ അഭാവവും പ്രഭാവവും തമ്മിലുള്ള മാറ്റം. നമ്മളിൽ ധർമ്മബോധമുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലാപം കുതിച്ചുകൊണ്ട് കൊള്ളരുതായ്മകൾ ചെയ്യുവാനുള്ള മനോനില ഉണ്ടാവുകയില്ല. പ്രകൃതിക്ക് സഹായകമായിട്ട് ഒന്നും വേണ്ട. അപ്പോൾ പൂജാരംഗത്ത് പോലും ചില സ്ഥലത്ത് പോയാൽ നമുക്ക് ഈ പൂജകളൊക്കെ കഴിക്കുമ്പോൾ അക്ഷതളോ മറ്റേ കിട്ടുന്ന 4-5 തരം പൊടികൾ വേണം അല്ലേ? വെള്ളപ്പൊടി എന്താ ചെയ്യുക? അരിയാണ് ഉപയോഗിക്കുക. പച്ചപ്പൊടിക്ക് എന്താണ്? സസ്യജാലങ്ങളുടെ പൊടി ഉപയോഗിക്കും അല്ലേ? പൂവത്തിൻ്റെയും മറ്റുമൊക്കെ ആയിട്ടുള്ള ചില പൊടികൾ ഇല പൊടിച്ചിട്ടാണ് പച്ചപ്പൊടി ഉണ്ടാക്കുക. കൃഷ്ണപ്പൊടി കറുത്ത പൊടിയാണ്, അതിനെന്താ ചെയ്യുക? ഉമി കരിച്ചിട്ടാണ് ചെയ്യുക. സിന്ദൂരത്തിൻ്റെ ഭാഗത്തിൽ ചുവപ്പിനെന്താ ചെയ്യുക? മഞ്ഞളും ചുണ്ണാമ്പും കൂടി കൂട്ടിയിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ചുവപ്പായി. ഇതെല്ലാം പ്രകൃതിയിൽ യോജിക്കുന്ന സാധനങ്ങളാണ്, പ്രകൃതിയിൽ ലയിക്കുന്നതുമാണ്, പ്രസാദമായിട്ട് അനുഭവിക്കാവുന്നതാണ്, ഭൂമിയിൽ കുഴിച്ചിടാവുന്നതാണ്. ഇന്നോ കുറേ കളർ പൊടികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. ഈ കളർ പൊടികൾ ഉപയോഗിച്ചിട്ടാണ് ചിത്രം വരയ്ക്കണ മാതിരി പത്മമൊക്കെ ഇട്ടിട്ട് പൂജാതി കാര്യങ്ങൾ ചെയ്യണം. അതിനനുസൃതമായിട്ടുള്ള തേജസ്സേ ഉണ്ടാവുകയും ചെയ്യുള്ളൂ, സംശയമില്ല. അപ്പോൾ കൃത്രിമത്വം വരുമ്പോൾ അനുഭവങ്ങളിലും ഇത് ബാധകമായിട്ട് വരും എന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ ഭാവം എന്താണ്? പാരക്യ ബുദ്ധിയോട് കൂടിയിട്ട് ആ സമഷ്ടി ആയിരിക്കുന്നത് വെഷ്ടി തന്നെയാണ്, അഥവാ വെഷ്ടി തന്നെയാണ് സമഷ്ടി ആയിരിക്കണം എന്നുള്ള ബോധത്തിലിരിക്കണം എന്ന് പറഞ്ഞിട്ട് ചതുർത്ഥ സ്കന്ധത്തിലെ ദക്ഷയാഗം സമർപ്പിക്കപ്പെട്ടു. അതിനുശേഷം ആൺകുട്ടികളുടെ കഥ പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് ചെറിയ മകനാണ് ആദ്യം കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു. അതെന്താ കാരണം? കാരണം എന്താണെന്ന് വെച്ചാൽ വലിയവൻ അങ്ങനെ പെണ്ണും കുട്ടികളൊന്നും വേണ്ടാന്നും പറഞ്ഞിട്ട് അവൻ്റെ പേര് പ്രിയവ്രതൻ എന്നാണ്. പ്രിയവ്രതൻ എന്നാണ്, വ്രതത്തിൽ പ്രിയമുള്ളവനാണ്.
മറ്റേവൻ്റെ പേര് ഉത്ഥാനപാദം എന്നാണ്. അതിൽ തന്നെ ഒരു പേരിനെ ചില ശീലവുമായിട്ട് ബന്ധിക്കാൻ സാധിക്കും കേട്ടോ. അർത്ഥശൂന്യമായിട്ടുള്ള നാമധേയം ഒരാൾക്ക് വന്നാൽ അത് മാറ്റാൻ ശ്രമിക്കാം, എന്ന അനുഭവം മാറും. അതല്ലെങ്കിലോ ആ അർത്ഥശൂന്യത ജീവിതത്തിൽ അനുഭവമായിട്ട് വരും. അതെ, ഇപ്പോൾ രജനി എന്ന് വിചാരിക്കുക, അതിൽ പിന്നെ രാത്രി എന്നാണ് അർത്ഥം ഉണ്ടാവുക, മനസ്സിലായില്ലേ? പക്ഷേ പിന്നെ അതിൽ ചെറിയ ന്യൂമറോളജി പ്രകാരം ചില സ്പെല്ലിംഗ് വ്യത്യാസമൊക്കെ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഒരു ലക്ഷ്മിക്കുട്ടിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നിക്ക് നെയിമെങ്കിലും ആയിട്ടൊക്കെ വരിക. ചില ആളുകളുടെ തന്നെ അനുകൂലമായിട്ടുള്ള നമ്പർ കിട്ടിയില്ലെങ്കിൽ ഇഷ്ട നമ്പർ വൃത്തത്തിൽ എഴുതി ചേർക്കുന്ന രീതികളുണ്ടല്ലോ, വാഹനങ്ങളൊക്കെ. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ സാധ്യം കൃത്രസാധ്യം എന്നാണ്. സ്വമേധയാ സാധിക്കുന്നതും കൃത്യമായിട്ട് സാധിക്കാവുന്നതുമായിട്ടുള്ള ഒരുപാട് ഉപാധികൾ ഉണ്ട് എന്നാണ് പറയുക. വനിത എന്നൊന്നും പഴയ കാലത്ത് പേരിടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലേശം ദേവദാസ്യ സമ്പ്രദായത്തിലുള്ള ആളുകളെ ശുശ്രൂഷിക്കാനുള്ള പക്വതയായി കഴിഞ്ഞാൽ അതിൻ്റെ അടയാളം അറിയിക്കാനാണത്രേ മുടി ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ മുമ്പിൽ കൂടി ഇടുന്നൊരു സമ്പ്രദായം ഉണ്ട് എന്നാണ് പറയുക. അത് കണ്ടാൽ ആ ആ ആ ആ ആ ആ അപ്പോൾ അതൊക്കെ എന്തായി, അതൊക്കെ മാറിയിട്ട് പരിഷ്കാരമായിട്ട് മാറിയേ. ഇപ്പോൾ ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര രസം എന്നൊരു സമ്പ്രദായമാണ് പറഞ്ഞില്ല. എന്താ ഈ ഭയങ്കര ഭയവും അറപ്പും ഉണ്ടാക്കുന്നതാണ് അർത്ഥം. അങ്ങനെ അനേകം പദങ്ങൾ അർത്ഥശൂന്യമായിട്ടുള്ളത് വന്നു ചേർന്നിട്ടുണ്ടാകും. എല്ലാത്തിനും അർത്ഥമുണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അതിനൊന്നും ഒഴിവുമില്ല, അതിനൊന്നും ക്ഷമയില്ല എന്ന് പറയാണ്. കൃത്യമായിട്ട് വഴി അറിയാതെ ഇപ്പോൾ ഏനാനിമംഗലം ശിവക്ഷേത്രത്തിലേക്ക് എത്തണമെന്ന് വിചാരിച്ചിട്ടൊരു വ്യക്തി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ വഴി അറിയുന്ന ആളോട് ചോദിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഉപാധികളുണ്ട്. ആ നിലയിലല്ലെങ്കിൽ മണ്ണാർക്കാട് മുഴുവൻ കറങ്ങിക്കഴിഞ്ഞാലും പെട്രോൾ തീരുക എന്നല്ലാതെ ഇവിടെ എത്തും തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിന് ചില സൂത്രങ്ങൾ പ്രയോഗിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? അറിവില്ലെങ്കിൽ അറിവുള്ള ആളോട് ചോദിക്കാം. പക്ഷേ ചോദിക്കണതിനൊരു നയമുണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്നിച്ച് ഇതേമാതിരി തമിഴ്നാട്ടിലൊരു സ്ഥലത്തേക്ക് പോവാണ്. വളയാർന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് അപ്പോൾ ഒരു വിദ്വാൻ നമ്മുടെ കൃഷ്ണേട്ടൻ എന്ന് പറയും. പുള്ളി പേര് കൃഷ്ണൻ എന്നേ ഉള്ളൂ, പക്ഷേ ആളൊരു കാർക്കോടകൻ സ്റ്റൈലാണ്. കവിള് നിറയെ മീശയ്ക്കട്ടെ നല്ല വഴി ചോദിക്കാണ് കേട്ടോ. സാർ നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ഒരു 100 feet പോങ്ക, அதுக்கப்புறம் ரைட்டு திரும்பி போய் இன்னும் ரைட்டு திரும்பி போய் அப்படியே போயிட்டு இருங்க പറഞ്ഞു. അങ്ങനെ ഓടി അവസാനം എന്തായി അറിയോ? പുറപ്പെട്ട സ്ഥലത്ത് തന്നെ എത്തി. ഇവൻ പണി തന്നതാ. വീണ്ടും ഇതായപ്പോൾ പിന്നീട് ദേഷ്യമൊക്കെ വന്നു. അവനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു. ഇനിയൊരു ഘട്ടത്തിൽ എന്ത് ചെയ്തറിയോ? നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വണ്ടിയിലുണ്ട്, കാരണം നമുക്കും എത്തണമല്ലോ. ഞാൻ ഇറങ്ങിയിട്ട് ആ പെട്ടിക്കടയിൽ അടുത്ത് നിൽക്കുന്ന ഒരാളോട് പോയിട്ട് സാർ എന്നൊക്കെ വിളിച്ചൊരു സംബോധന ചെയ്തിട്ട് ആ സ്ഥലം ചോദിച്ചപ്പോൾ നിങ്ങൾ കൊഞ്ചം ജാസ്തി വന്നിട്ടേങ്ക, അധികமாக വന്നിട്ടേങ്ക, ഒരു 50 feet அப்படியே റിവേഴ്സ് പോയി ലെഫ്റ്റ് പണ്ണ ഒരു ഫെർലോങ്. ഇത്രയേ ഉള്ളൂ ആ സ്ഥലത്തേക്ക്. 50 അടി പുറകിലേക്ക് വന്നിട്ട് ഒരു ഫെർലോങ്ങോളം തിരിച്ചു കഴിഞ്ഞ് ഈ സ്ഥലത്തെത്തി. അതിനാണ് 10-18 കിലോമീറ്റർ കറങ്ങി തിരിഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു അനുഭവമാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു തത്വമാണ് വിശദീകരിച്ചത്. അപ്പോൾ ചോദിക്കാനൊരു ഭാവമുണ്ട് അല്ലേ? നമ്മൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? അറിയുന്ന ആളോട് അറിയണം എന്ന ജിജ്ഞാസയോടും ആഗ്രഹത്തോടും കൂടിയിട്ട് ഭാവശുദ്ധിയോടുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലൊരു കൃപയുണ്ടാവും. ചില സ്ഥലത്തൊക്കെ വഴി കാണിക്കുന്ന ആൾ നമ്മുടെ ഒപ്പം വണ്ടിയിൽ കയറിയിരുന്നിട്ട് തിരിച്ചു തന്നിട്ട് തിരിച്ചു പോകും. അത് നമ്മുടെ ആ ഭാവനയ്ക്കാണ് പ്രാധാന്യം എന്ന് പറയണം. ഏതായാലും ഇവിടെ ഉത്ഥാനപാദൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാദം മുകളിലേക്കും തല അങ്ങനെയാണല്ലോ. ഉത്ഥാനപാദം എന്ന് പറഞ്ഞാൽ അർത്ഥം അതല്ലേ വരിക? സത്യത്തിൽ ഒരു കണക്കിന് തലകിഴായി ചെയ്യുന്നവരൊക്കെ ഉത്ഥാനപാദന്മാരാണ്. കാര്യങ്ങളൊക്കെ തലകിഴായി ചെയ്യുന്ന ആളുകൾ. അദ്ദേഹം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. സുനീതി എന്നാണ് പേര്. അപ്പോൾ അറിയാം കല്യാണത്തിന് വിഷമിച്ചിട്ടാണ് കഴിച്ചിട്ടോ. കാരണം എന്താ പറയുക, 10-45 ജാതകം നോക്കി ഒന്നും ചേരില്ല. ഇരടുന്നതൊക്കെ പെണ്ണുങ്ങളാണ്, പക്ഷേ മാച്ച് ചെയ്ത് കിട്ടുന്നില്ല. പൊരുത്തങ്ങളൊക്കെ ഉണ്ടേ, അങ്ങനെയൊക്കെയാണ്. കുറച്ചെണ്ണം പൊരുത്തമൊത്ത് 1-2 കിട്ടിയപ്പോൾ ആ കുട്ടി നന്നായിരുന്നല്ലോ, 8 പൊരുത്തം എന്നൊക്കെ ജ്യോത്സ്യം പറഞ്ഞല്ലോ. മുടിയില്ല പറഞ്ഞു. മുടിയാണ് ഇപ്പോൾ ജീവിതത്തിൻ്റെ പ്രധാനം എന്ന് ധരിച്ചാൽ എന്താ ചെയ്യുക? അങ്ങനെ മുടി കൂടുതൽ ഉണ്ടായിട്ടുള്ളൊരു കുട്ടീനെ കെട്ടിയിട്ട് അവൾ ഉണ്ടാക്കി തന്ന ഇഡ്ഡലിയിൽ നിന്ന് മുടി കിട്ടിയാലത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുകളെ. അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. എനിവേ 45 ജാതകം നോക്കിയിട്ട് ഒരു കുട്ടിയെ ഒത്തു കിട്ടിയപ്പോൾ കല്യാണം കഴിച്ചു. സുനീതി എന്നാണ് അവളുടെ പേര്. 3-4 വർഷം നമ്മൾ ഈ പറഞ്ഞ മാതിരി അന്ധനെ കരകടത്തുന്ന മാതിരി വിരലിൻ്റെ തലപ്പിലൊക്കെ പിടിച്ച് റോട്ട് പോകുമ്പോഴും നദി എങ്ങനെ പോകുമ്പോഴും ഈ വിരലിൽ നിന്ന് വിടില്ല. എന്നിട്ട് അങ്ങനെ ചില്ലിമുളം കാടുകളിൽ എല്ലാം പാടി പോയി. ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ വല്യമ്മമാരൊക്കെ ചോദിച്ചു, വിശേഷമൊന്നും ഇല്ലേ കുട്ടി എന്നൊക്കെ ചോദിച്ചു. ഏളയമ്മ വിരുന്ന് വന്നപ്പോൾ പറഞ്ഞു, മോനെ ഇപ്പോൾ നിങ്ങളിപ്പോൾ 5 ആൾക്കാരല്ലേ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിലെ ആളുകളെ അറിയില്ലേ? അറിയാം. എത്ര ആളാണ് ഞങ്ങൾ? നിങ്ങൾ 11 ആൾക്കാർ അല്ലേ? ശങ്കരൻകുട്ടിയച്ഛനോ 13 മക്കൾ. അപ്പോൾ ഒക്കെ 5-ൽ കൂടുതലും ആ നിലയിലൊക്കെയാണ്. അപ്പോൾ ഇതിപ്പം ഇവളുടെ എന്തോ കേടാണ് കുട്ടി. അത് എൻ്റെ കുട്ടി ഒരു പെണ്ണും കൂടി കെട്ടിക്കുമെന്നാണ് പറഞ്ഞു. അതാണ് ആളുകളുടെ സ്വഭാവം. കാരണം എന്താ? കേമത്വം മുഴുവൻ തൻ്റെയും കേടുകൾ മുഴുവൻ ആരാൻ്റെ. ഇങ്ങനെയാണ് തെറ്റിദ്ധരിക്കുക, ന്യായീകരിക്കുക. വല്ലാത്തൊരു സമ്പ്രദായം കേട്ടോ. ഇത്തരം വാസനയുള്ള ആളുകൾ എന്ത് പറ്റിയാലും ന്യായീകരിക്കും എന്നല്ലാതെ അവരത് അംഗീകരിക്കില്ല എന്ന് പറയാണ്. ഇത് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ. ഒരു കാര്യസ്ഥൻ്റെ മകളുടെ മകള് പിന്നെ ജന്മിയുടെ വീട്ടിൽ നിന്ന് പട്ടുപാവാടിയും കാര്യങ്ങളൊക്കെ കടം വാങ്ങാനായിട്ട് വന്നു. അപ്പോൾ എന്തിനാ, അന്നൊന്നും ഈ കോസ്റ്റ്യൂംസ് ഒന്നും വാടകയ്ക്ക് കിട്ടുന്നതില്ല. കുറച്ച് കാലം മുമ്പത്തെ കാര്യം, കുറച്ച് കാലം നമ്മുടെ ചെറുപ്പത്തിൽ. അപ്പോൾ സ്കൂളിൽ കുട്ടി ഡാൻസിന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതമായി. അത് ശരിയാ, രമണ്ട കുട്ടിയോ? അവൾ കളിക്കുകയൊക്കെ ചെയ്യുമോ? കളി പഠിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ സ്കൂളിൽ ആ യൂത്ത് ഫെസ്റ്റിവലിന് കുട്ടി കളിച്ചു, സമ്മാനവും കിട്ടി. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അസൂയായി. തൻ്റെ പേരക്കുട്ടി ഇതിനേക്കാൾ ചന്തമുണ്ട്, അവളെയും കളി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മാഷിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട്, എൻ്റെ പേരക്കുട്ടിക്ക് 1ാം പ്രൈസ് കിട്ടണം, അതിൻ്റെ കളി പഠിപ്പിച്ചോളും മാഷെ, അതിനെന്ത് വേണമെന്നാ ചോദ്യം. മാഷ് അന്തം വിട്ടു കേട്ടോ. ഏതായാലും കാശ് കിട്ടുമല്ലോ എന്നുള്ള നിലയിൽ അറിയാവുന്ന വിദ്യതലൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ സ്റ്റേജ് കയറി കുട്ടി കളിക്കുന്നു. അപ്പോഴേക്കെന്താ, ഈ ബന്ധുക്കളെയൊക്കെ വിളിച്ചു, ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ തിരക്ക്. ചിരിച്ചിട്ടും ഇങ്ങനെ കാണിക്കും മോളെ, ഇങ്ങനെ മാങ്ങ പറിക്കണ മാതിരി, അതൊരു മുദ്രയാണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിട്ട് ചിത്രമൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് സ്റ്റേജ് കയറ്റിയപ്പോൾ മുമ്പിൽ ഒരു ഇങ്ങനെ ഡൂമായിട്ടുള്ളൊരു സാധനം വെച്ച് ഇങ്ങനെ വട്ടത്തിൽ പല കളറും, അങ്ങനെയാണ് ആദ്യകാലത്ത്. ഡിജിറ്റലല്ല അതിനല്ലേ, അങ്ങനെ ഒരു അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കളർ ഇതിങ്ങനെ അങ്ങോട്ട് കറക്കിയപ്പോൾ കുട്ടി ഇങ്ങനെ അന്തം വിട്ടു. പാട്ടും വെച്ച് റിക്കാർഡാണ്. കളിക്കടി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കളിക്കടി. അപ്പോൾ കുട്ടികൾ കൂക്കാൻ തുടങ്ങി. സ്റ്റേജിൽ നിന്ന് കുറച്ച് അവിടെ ചേരിൽ നോക്കിയിട്ട് കുറേ കുട്ടികൾ കൂക്കിയപ്പോൾ ആകെ വിഷമായി. മറ്റേ ആൾ കർട്ടൻ ഇട്ടു. പിറ്റേ ദിവസം കുളത്തുംപള്ളിയിൽ ചർച്ച നടക്കുകയാണ്. അപ്പോൾ കുട്ടരെ അമ്മ പറയാണ്, അസലായിട്ട് കളിക്കും, എൻ്റെ പേരക്കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സ്റ്റേജ് ശരിയായില്ല. എന്താ പറയുന്നത്? ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആളുകൾ ഈ ന്യായീകരിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയണത്. അങ്ങനെയുള്ളവർ അവർക്ക് വളർച്ച ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞത്? ഇളയമൊന്നും മുറുക്കി, അത് അവളുടെ എന്തോ കേടാണ്, എൻ്റെ കുട്ടി ഒരു പെണ്ണും കൂടി കെട്ടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പെൺകുട്ടിയും കൂടി കെട്ടി. അവളുടെ പേരെന്താ പറയുക? സുരുചി എന്നാണ്. സുരുചി. ഭൗതിക ഭ്രമം കുറച്ച് കൂടുതലുള്ള ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതേമാതിരി ഏതായാലും എന്തിനു പറയണോ, ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം എവിടെയൊക്കെ ഇറങ്ങി വന്നപ്പോൾ ഭാര്യന് സുരുചീനെയാണ് കൂടുതൽ ഒരിഷ്ടം. ആദ്യം രണ്ടാമത്തെ കല്യാണം കഴിച്ചാണ്. സുരു എന്ന് പറഞ്ഞപ്പോഴേക്ക് വെടുക്കൂർത്ത് പോയിട്ട് അയമ്മ ഛർദ്ദിക്കണു. അപ്പോൾ മൈസൂർ പാക്ക് തിന്നുമ്പോൾ ഒരു കുട്ടി നോക്കി നിന്നിരുന്നു. കൊതിപ്പെട്ടു തോന്നണോ പറഞ്ഞു. അപ്പോൾ അമ്മണി ചേച്ചി പറഞ്ഞു, കൊതിപ്പെട്ടല്ല, മീശ മുറുക്കിക്കോളൂ, രാജാവ് വിശേഷമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സന്തോഷം അറിയിക്കാൻ വേണ്ടി സുനീതിയെ കാണാൻ പോയപ്പോൾ അയമ വാഷ് ബേസിൽ അയമയും വിശേഷമായപ്പോൾ എന്താ അറിയോ? ബഹുവിശേഷം. 2 സൈഡിലും വിശേഷമായി. ആ 2 മീശയും മുറുക്കിയും പോലെ. ഏതായാലും ഗർഭം അങ്ങനെ അങ്ങോട്ട് കയറി വന്നു. പ്രസവത്തിൻ്റെ തലത്തിലേക്ക് എത്തിയപ്പോഴേക്കും സുരുചി സുനീതിയെ അതിജീവിക്കുന്ന നിലയിൽ ഇദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ട് ഈ മഹാരാജാവിനെ തൻ്റെ കസ്റ്റഡിയിൽ ഒതുക്കിയിട്ട് ഭരണകാര്യങ്ങൾ നിർവഹിക്കേണ്ടത് ഭാവിയിൽ തനിക്കുണ്ടാവുന്ന പുത്രനാണ് എന്ന് ഭാവന ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിനെ ഒതുക്കി വെച്ചു. സുനീതി ഔട്ട്, സുരുചി ഇൻ. അങ്ങനെ പ്രസവിച്ചു. മറ്റേ കുട്ടിക്ക് ധ്രുവൻ എന്നും ഇവന് ഉത്തമൻ എന്നും നാമകരണം ചെയ്തു. 3-4 വർഷങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കുട്ടികൾ തമ്മിൽ ഇണങ്ങി. എങ്ങനെയാണെങ്കിലും ചില പൂർവ്വബന്ധങ്ങൾ, ചില ബ്ലഡ് റിലേഷനുകൾ, ആ സന്ദർഭം വരുമ്പോൾ ഇണങ്ങാനുള്ളൊരു സാഹചര്യം വരും. പ്രകൃതിയിൽ അങ്ങനെ ഒരു സത്യമുണ്ട്, അങ്ങനെ ഒരു ശക്തിയുണ്ട്. അങ്ങനെ ഈ കുട്ടികൾ തമ്മിൽ പുറത്തുനിന്നൊക്കെ കണ്ടും കേട്ടൊക്കെ നല്ല പരിചയമായി.
ഒരു ദിവസം ധ്രുവനെ മറ്റേ കുട്ടി വിളിച്ചു, നമ്മുടെ വീട്ടിലേക്ക് വരണം കേട്ടോ, നിങ്ങളുടെ ഇതുമാതിരി ഒന്നുമല്ല, നല്ല ഉയരമുള്ള തൂണാണ്, അതിലങ്ങനെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്, അതുണ്ട് ഇതുണ്ടൊക്കെ വർണ്ണിച്ചു കൊടുത്തു. അപ്പോൾ കുട്ടിക്ക് മോഹമായി. ഞാൻ അമ്മയില്ലാത്തപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഒരു ദിവസം പറഞ്ഞു, അതേ ഞാൻ വണ്ടി ഒന്ന് എടുക്കണ്ട, ഒന്ന് പുറത്ത് പോകണം. ഓ ആണ്. ആദ്യകാലത്തൊക്കെ കല്യാണം കഴിഞ്ഞ് പുതുക്കത്തിലാണെങ്കിൽ വീട്ടിലേക്കൊന്ന് പോകണമെങ്കിൽ അനുമതി കിട്ടണമെങ്കിൽ എന്തിനാ അപ്പോൾ അവിടെ പോകണം, എന്താ എന്നിട്ട് കാര്യം അല്ലേ? 100 ഉപാധികൾ പറയണം, എന്നിട്ട് എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ചിട്ടേ അനുമതി കിട്ടുള്ളൂ. ഒരു 3-4 കൊല്ലം 4-5 കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അറിയോ, ഞാൻ ഒരാഴ്ച ഇരിക്കട്ടെ, ഓ 1 മാസം ഇരുന്നോളൂ, 1 കൊല്ലം ഇരുന്നോളൂ. വണ്ടി എടുത്ത് പോട്ടെ എന്ന് പറഞ്ഞതും പുള്ളിക്കാരന് അനുമതി കൊടുത്തു എന്ന് പറയുകയാണ്. അങ്ങനെ അയമ്മ വണ്ടിയായിട്ട് പുറത്തേക്ക് പോയി. എന്തൊക്കെയാണ് പർച്ചേസിന് പോയത്, കാരണം പറഞ്ഞല്ലോ ബ്യൂട്ടി പാർലറിൻ്റെ ആളാണ്, അതെടുക്കണം ഇതെടുക്കണം, ഇതിന് യോജിച്ച ജാക്കറ്റ് കരവ്, അതിന് മാച്ച് ചെയ്തിട്ടുള്ള ചപ്പൽ വാറ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പോയി തിരിച്ചു വരുമ്പോൾ ശകുനം ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാത്ത കണ്ടു കഴിഞ്ഞാൽ, ഇതും വിവരക്കെടാണ് കേട്ടോ ആളുകളുടെ. ശകുനം എന്നത് സത്യത്തിൽ ഭഗവാന്റെ കാരുണ്യമാണ്, ഇൻഫർമേഷനാണ്. ഇപ്പോൾ ആഹാരത്തിൽ തന്നെ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ കല്ല് കടിച്ചാൽ അങ്ങനെയുള്ള അനുഭവം ചിലപ്പോൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ എൻ്റെ കെട്ടിയവൻ കല്ലുമാതിരി കരുത്തനാവണം പറഞ്ഞിട്ട് കല്ലിട്ട് കൊടുക്കുമോ? അറിയാതെ പെടുന്നതാണ് അല്ലേ? അപ്പോൾ എന്തു ചെയ്യാം, കല്ല് കടിക്കാനുള്ള അനുഭവം തനിക്ക് വരാനിരിക്കണു എന്ന ബുദ്ധിയോടുകൂടി ജാഗ്രത വർദ്ധിപ്പിക്കണം എന്നാണ് അതിൻ്റെ കാര്യം. ഇഷ്ടപ്പെടാത്ത ആളുകളെ കാണുക, ഇല്ലെങ്കിൽ സുഖകരമല്ലാത്ത ശകുനം വന്നു കഴിഞ്ഞാൽ പോകുന്ന കാര്യം അത്ര റിസ്ക് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായിട്ടുള്ള തയ്യാറെടുപ്പ് വേണം എന്നതാണ് ഭഗവാൻ കാരുണ്യം കൊണ്ട് നമുക്ക് തരുന്നതായിട്ടുള്ള സൂചനകൾ. ആ സൂചന ആ അർത്ഥത്തിൽ വേണം നമ്മൾ എടുക്കാൻ. അതിന് പകരമായിക്കൊണ്ട് നമ്മൾ മറ്റൊരാളുടെ മേലെ കുറ്റം വെച്ച് കെട്ടുന്നത് ശരിയല്ല, നമ്മുടെ അജ്ഞാനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ യമ ഈ ഒരു കോലത്തുള്ള ആളായതുകൊണ്ട് എന്താണ്, ശകനം ശരിയായില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താ അറിയോ, മറ്റേ കുട്ടിയെ കൂട്ടിയിട്ട് വന്നു. എന്നിട്ട് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണു രണ്ടുപേരും. മറ്റേ മകൻ, ഉത്തമൻ എന്ന മകൻ തുടയിലിരിക്കുന്നു, മറ്റേ കുട്ടിയും തുടയിലിരിക്കുന്നു. പക്ഷേ ആ കുട്ടിയെ കാര്യമായിട്ട് കെയർ ചെയ്യുന്നില്ല. ഈ ധ്രുവൻ എന്ന കുട്ടിയെ ഇദ്ദേഹം മൂർധാവിൽ ചുംബിച്ചും പുറത്ത് തഴുകിക്കൊണ്ടിരിക്കുന്ന രംഗം കാണുകയാണ്. ഈ ഘട്ടത്തിലാണ് ഈ സ്ത്രീയുടെ വരവ്. ഇതങ്ങോട്ട് കണ്ടപ്പോൾ രാജാവാകാം, ഈ 2 മടിയിലേക്കുണ്ട്, എണീക്കേ വേണ്ട, ചാടുക വേണ്ട, ഓടുക വേണ്ട എന്നാകാം പരിഭ്രമമായി. അവർ കഷ്ടിപുഷ്ടിയൊക്കെ ഒന്നിങ്ങനെ ഞെരങ്ങി ഒരൊറ്റ സ്റ്റെപ്പ് ചാട്ടത്തിന് യമ്മ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ടോ ധ്രുവൻ്റെ കവിളിൽ അങ്ങോട്ട് പിടിച്ചു. വട്ടത്തിലൊരു തിരിച്ചിട്ട് പറഞ്ഞെന്തറിയോ, കണ്ണി കണ്ട ആളുകൾക്ക് കയറിയിരിക്കുക എന്നുള്ളതല്ല ആ മടിയിൽ പോയിരിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ വയറ്റിൽ വന്ന് ജനിച്ചാൽ ആ മടി പോയിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇതാ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പറയലും കവിളിൽ പിടിക്കലും തിരുമ്പലും കൂടി ഇങ്ങോട്ടായപ്പോൾ കുട്ടിക്ക് എന്തെന്നില്ലാത്ത സങ്കടമായി. നേരെ വീട്ടിൽ പോയി അമ്മയോട് സങ്കടം പറഞ്ഞു. ഏങ്ങി കരയുന്ന കുട്ടിയോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ കുട്ടി വിസ്തരിച്ച് പറഞ്ഞു. കുറച്ച് കുറ്റമായിട്ടല്ല, ഉള്ളതാ പറഞ്ഞത്. മറ്റേ അമ്മയിലെ അമ്മയെ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ, മറ്റേ അമ്മ നല്ല കുഞ്ഞിട്ടാണ് അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞു. ഈ അമ്മയ്ക്ക് അങ്ങനെ ആരെയും കുറ്റം പറഞ്ഞ് കേൾക്കണത് ഇഷ്ടമല്ല, ആരെയും കുറ്റം പറയാറുമില്ല. അപ്പം അമ്മ പറഞ്ഞു, അമ്മ പറഞ്ഞതിൽ എന്താണ് നീ തെറ്റ്, ഈശ്വരാനുഗ്രഹം നമുക്കിത്തിരി കുറവന്നെയല്ലേ, കുറച്ച് കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നേരത്തെ ജനിക്കായിരുന്നുവല്ലോ. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മറ്റേ അമ്മ ഉണ്ടാവുമോ, മറ്റേ കുട്ടി ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പം ആ അമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അത് ഇത്തിരി നമുക്ക് വൈകിയുണ്ടായി. അങ്ങനെ ആരുടെ മേലെ അങ്ങനെ കുറ്റം കാണും, നല്ല ശീലമൊന്നും അല്ലാതെ ഓരോരോ വേണ്ടാത്ത പഴക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ പണിയായിട്ട് അങ്ങനെ പോയി. പക്ഷേ ഈ കുട്ടിയുടെ ഉള്ളിൽ ഇത് തറച്ചു കേട്ടോ. മറ്റേ അമ്മയെ ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? ഈശ്വരനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. തൻ്റെ അമ്മയെ ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? ഈശ്വരനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ്റെ മടിയിൽ പേടി കൂടാതിരിക്കാവുന്നൊരു വിശ്വാസം കുട്ടിക്ക്. കുട്ടി നേരെ വടുക്കോർത്ത് വാതിൽ തുടങ്ങി പോയി. എന്തിനാ പോണത് ശ്രദ്ധിക്കണേ, ഈ കഥയിലെ പോയിന്റ് ശ്രദ്ധിക്കണം. ഈശ്വരനെ കാണാനാണ് പുറപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഈശ്വരനെ കാണാൻ സത്യാന്വേഷണത്തിനായിക്കൊണ്ട് ഒരാൾ പുറപ്പെട്ടാൽ അതിനു വേണ്ടുന്ന മാർഗങ്ങൾ തെളിയിച്ചു കൊടുക്കുക എന്നത് ബാധ്യത ആരെടുക്കും? ഭഗവാൻ എടുക്കും. ഭഗവാൻ അതെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? തൻ്റെ പ്രതിനിധിയായിട്ടുള്ള, തൻ്റെ അംശാവതാരമായിട്ടുള്ള നാരദന് പ്രേരണ കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് വിട്ടു. കുട്ടിയും നാരദനും കൂടിയിട്ട് വനമധ്യത്തിൽ വന്ന് മുഖാമുഖം കാണുകയാണ്. എവിടേക്കാ ഉണ്ണിക്കുട്ടാ? കാട്ടിലേക്ക്. ഇത് കാടായി തുടങ്ങിയല്ലോ, ഇനിയിപ്പോൾ എവിടേക്കാ പോകേണ്ടത്? എന്തിനാ അങ്ങനെ ഓടിപ്പോണ? ഈശ്വരനെ കാണാനാ?
അത് നല്ല തമാശ. കണ്ടിട്ടുണ്ടോ നേരത്തെ? ഇല്ല. എന്തിനു വേണ്ടിയിട്ടാണ് പോണ? എനിക്ക് അച്ഛൻ്റെ മടിയിലിരിക്കണം. കഥകളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് കൗതുകമായി. കാട്ടിൽ മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുട്ടി, അവർ ഉപദ്രവിക്കില്ലേ? ഇല്ല. അതെന്താ? എന്തു വന്നാലും ഈശ്വരനെ വിളിച്ചാൽ മതി, രക്ഷിക്കുന്ന അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നാ. ഇങ്ങനെയുള്ള കഥകളല്ലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ശരിയല്ലേ? ഏതായാലും ഇത് കണ്ടപ്പോൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് വാത്സല്യം വർദ്ധിച്ചു. മോനെ, അദ്ദേഹത്തിന് അനേകം നാമങ്ങളുണ്ട് കേട്ടോ. അദ്ദേഹത്തിനെ വിളിക്കാൻ ഒരു പേര് വിളിക്കണ്ടേ? ആ പേര് നിരന്തരം വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പന്ദന വിശേഷം ആകർഷണം കൊണ്ട് ഭഗവാൻ വരാതിരിക്കാൻ പറ്റും. അപേക്ഷയുള്ളൊരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കുമീശൻ, മനക്കുറുന്നിൽ കനിവുള്ള കൃഷ്ണൻ. ആ ഭഗവാൻ അത് സഹിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ വരും. അദ്ദേഹത്തിൻ്റെ ഒരു നാമം സ്വാമിമാമ പറഞ്ഞു തരാട്ടോ എന്ന് പറഞ്ഞു. വലഞ്ചെവിയിലെ ഓം നമോ ഭഗവതേ പറയുണ്ണി. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ പഠിഞ്ഞോ? ആ, ഇനി ഒന്നിച്ച് മുറിക്കാണ്ട് ചെല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. 3 തവണ വലഞ്ചെവിയിൽ ഉപദേശിച്ചു കൊടുത്തു. അതാണ് ഉപദേശം. ചെല്ലിക്കോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പഠിഞ്ഞോ? ഓ ചെല്ലിക്കോ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഓം നമോ ഭഗവതേ വാസുദേവ. ആ നാമത്തിലൊരു ലയം വന്നു. ആ മനസ്സിൽ നാമം അങ്ങോട്ട് നിറഞ്ഞു. രാഗം വന്നു. ആ രാഗത്തിലൊരു ആട്ടം വന്നു. ആദ്യം ഉച്ചത്തിൽ ചെല്ലി, പിന്നെ ഉച്ചം കുറഞ്ഞു, ചുണ്ടനക്ക് ജപിച്ചു, ചുണ്ടനക്കം നിന്നു, നാവ് മാത്രം ചലിപ്പിച്ചു, അവസാനം നാവിൻ്റെ ചലനവും നിന്നു. പക്ഷേ ഉള്ളിലൊരു മൂളലുണ്ടായിരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി കിട്ടിത്തുടങ്ങി. ഉച്ചത്തിൽ ചെല്ലും തോറും ശക്തി വർദ്ധിക്കണമെന്നല്ലാതെ ക്ഷീണം വരുന്നില്ല. എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു സുഖാനുഭവം. ചിലപ്പോഴൊക്കെ ചന്ദനത്തിൻ്റെ ഒരു കുളിർത്ത ഒരു കാറ്റിങ്ങനെ തന്നെ ആഗിരണം ചെയ്യുന്നതായിട്ട് ഇങ്ങനെ തോന്നാം. നല്ലൊരു സുഗന്ധം തന്നെ ബാധിക്കുക. വിശപ്പും തോന്നണില്ല, ദാഹവും തോന്നണില്ല. എന്നാലും ഉണർന്നു. ഒന്ന് പോയിട്ട് കാട്ടുചോലയിലൊക്കെ കുളിച്ചു വന്നു. എന്തെങ്കിലും കഴിക്കണ്ടേ തോന്നിയപ്പോഴേക്കും ഒരു പക്ഷി പക്വമായിട്ടുള്ളൊരു മാങ്ങ പറിച്ചിട്ട് പറന്നു പോവുക. ഉണ്ണിയുടെ കാലിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അത് ഇട്ടു, അത് പോയി. അത് നോക്കൂ, എന്തൊക്കെ ഭഗവാന്റെ സേവകൾ. അങ്ങനെ ഇത് തനിക്ക് എന്നുള്ള ബുദ്ധിയിൽ ആ കുട്ടി അതിനെ ആസ്വദിച്ചു. കുറച്ച് ചോലയിൽ നിന്ന് വെള്ളം മുക്കി കുടിക്കുകയും ചെയ്തു. ക്ഷീണം പോയി, വയറു നിറഞ്ഞു. ഇനിയിപ്പോൾ എന്തിനാ സമയം കളയണേ? വീണ്ടും ജപിക്കാനെ. നമോ ഭഗവതേ. ഇങ്ങോട്ട് ജപിച്ചു വരുമ്പോൾ കണ്ണുകളിങ്ങനെ അടച്ചു വന്നു. കണ്ണ് തുറന്നിരിക്കണേക്കാൾ സുഖം കണ്ണടയ്ക്കുമ്പോഴാ. കാരണം പുറത്തെ കാഴ്ചകൾ നമ്മളെ പലതിലേക്കും വലിച്ചു കൊണ്ടുപോകും. അടച്ചാൽ ആ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. എനർജി വർദ്ധിക്കും ചെയ്യുന്നതാണ് പറയാം. എനർജി വർദ്ധിക്കാനുള്ള 2 സാധനാമാർഗങ്ങളാണ്. ഒന്ന് മൗനം, ഒന്ന് കണ്ണ് ചിമ്പിയുള്ള ഇരുത്ത പരിശീലനം. അങ്ങനെ കണ്ണ് ചിമ്പി ഇങ്ങനെ ഇരുന്നപ്പോൾ ആ ഭ്രൂമധ്യത്തിൽ നെറ്റിയുടെ മധ്യഭാഗത്തായിട്ട് ഒരു സൂചിമുട്ട് പോലെ ഒരു ഇളം നീല വർണ്ണത്തിലൊരു പ്രകാശം ഇങ്ങനെ തന്നെ ആ അടുത്തേക്ക് ഇങ്ങനെ വരണമായിട്ട് കണ്ടു. ആ പ്രകാശത്തിലേക്ക് നോക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. ആ പ്രകാശം എന്താ ഉരുണ്ട് അടുത്തേക്ക് വരണു. അടുത്തേക്ക് വരുന്തോറും അതിന് മാറ്റം വന്നു. ആ സൂചിമുട്ട് ഇങ്ങനെ വലുതായിട്ട് ചെറുനാരങ്ങയുടെ വലുപ്പമായി, പിന്നെ ഒരു മാങ്ങയുടെ വലുപ്പമായി, ഒരു മത്തൻ്റെ വലുപ്പമായി, പിന്നെ വലിയപ്പടത്തേക്കാൾ ഗുരുവായൂർ പപ്പടത്തിനേക്കാൾ വലുപ്പമായി. അത് വീണ്ടും നോക്കിയിട്ട് വലിയൊരു ഗോളം പോലെയായി. വലിയൊരു പ്രകാശഗോളായിട്ട് തൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നിന്നു.
നിന്നപ്പോൾ ആ പ്രകാശം എല്ലാ ഭാഗത്തും ഒരേമാതിരിയാണ്. മധ്യഭാഗത്ത് കുറച്ചുകൂടി തേജസ്സായിട്ടും മറ്റു ഭാഗങ്ങളിലേക്ക് കുറേശ്ശെ, എന്നാലോ തേജസ്സിന് കുറവില്ല. അങ്ങനെ എന്താ അപ്പോൾ അതിങ്ങനെ? ഇത് നോക്കണതിൻ്റെ ഇടയിൽ അതിൻ്റെ മോളറ്റത്തുനിന്ന് ചെറിയൊരു കറുത്തൊരു പുള്ളി, ആ കറുത്തൊരു പുള്ളി ഇങ്ങനെ ഒഴുകി ചുവട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് അടിവരച്ചിലേക്ക് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഒരു വലിയൊരു ലൈൻ പേന കൊണ്ട് വരച്ചതുപോലെ ഈ ലൈൻ ലിഫ്റ്റിൻ്റെ ഡോറ് തുറക്കുന്ന മാതിരി രണ്ട് പാർശ്വഭാഗത്തിലേക്ക് അങ്ങോട്ട് നീങ്ങിയപ്പോൾ നേരത്തെ കണ്ട മാതിരിയുള്ള കുഞ്ഞു കുഞ്ഞു പ്രകാശങ്ങൾ നിറയെ അതിൻ്റെ ഉള്ളിൽ, ആ ഗോളത്തിൻ്റെ ഉള്ളിൽ. അത് നോക്കിയിട്ടൊക്കെ ഒരു ഭാഗത്ത് ഒത്തുകൂടി നോക്കിയപ്പോഴോ ആ പ്രകാശമായിട്ട് താൻ ദർശിച്ച സാധനങ്ങൾ രത്നക്കല്ലുകൾ പതിച്ച മനോഹരമായിട്ടുള്ളൊരു കിരീടമാണ്. അത് ഭംഗിയായി ഈ കിരീടം കാണാൻ. ആ കിരീടൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇളം കാറ്റിൽ ആടുന്ന രണ്ട് മനോഹരമായിട്ടുള്ള പീലിക്കണ്ണുകൾ. ആ കിരീടത്തിൻ്റെ തൊട്ട് താഴെയായിക്കൊണ്ട് ആ ചന്ദ്രക്കല പോലെ മനോഹരമായിട്ടുള്ള നെറ്റി, ആ നെറ്റിയുടെ മധ്യത്തിൽ ഊർധ്വതിലകം, ആ ഊർധ്വതിലകത്തിൻ്റെ തൊട്ട് ചുവട്ടിലായിക്കൊണ്ട് പരൽമീലിനെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ആ പുരിക കൊടികളോടുകൂടിയുള്ള മനോഹരമായിട്ടുള്ള രണ്ട് കണ്ണുകൾ, ആ കണ്ണുകളെ ചുറ്റി മധ്യത്തിൽ എള്ളിൻ പൂ പോലെയുള്ള മൂക്ക്, ആ മൂക്കിൻ്റെ ആ നേരെ താഴെയായിക്കൊണ്ട് തത്തച്ചുണ്ട് പോലെ ആ ചെമ്പവിഴം പോലെ ശോഭിക്കുന്നതായിട്ടുള്ള രണ്ട് അധരങ്ങൾ, ഈ അധരങ്ങളുടെ താഴെ കീഴ്ത്താടിയിൽ ചെറിയൊരു കുഴി, അത് ഭാഗ്യ എന്നാണ് പറയുക. ഈ രണ്ട് സൈഡിലായിട്ട് ആ കവിൾത്തടങ്ങൾ അതിങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ വിടരണതായിട്ടുള്ള ആ കുഴികളോട് കൂടിയിട്ടുള്ള ആ രണ്ട് കവിളുകൾ, ആ ശംഖ് പോലെ മനോഹരമായിട്ടുള്ള കവിൾത്തടം, ആ കഴുത്തിൽ ചേർത്തിയിട്ട് ആ രത്നം പതിച്ച മനോഹരമായിട്ടുള്ള പച്ചക്കല്ല് മാല, ആ മാലയുടെ താഴെ വനമാല, പിന്നെ കൗസുഭരത്നം മുതലായിട്ടുള്ള കാര്യങ്ങൾ, മാറ് വിരിഞ്ഞ മാറ്, രണ്ട് കരങ്ങൾ മുകളിലേക്ക് വെച്ചിരിക്കുന്ന, ഒന്നിൽ ശംഖ് കാണുന്നുണ്ട്, ഒന്നിൽ ചക്രം കാണുന്നുണ്ട്, രണ്ട് കൈ ചോട്ടിലേക്ക് വിട്ടിട്ടുണ്ടല്ലോ, അതിൽ നോക്കുമ്പോൾ ചിരിക്കണ മാതിരിയുള്ള ചെന്താമര, ഒരു കയ്യിലൊരു ഗദ വെച്ചിട്ടുണ്ട്, കാലിങ്ങനെ വിടർത്തി വെച്ചിരിക്കുകയാണല്ലോ. എന്താ അപ്പോൾ അത് നോക്കിയപ്പോൾ കാല് വിടർത്തി വെച്ചിരിക്കാനാണ്, ഒരു സാധനത്തിൻ്റെ മേലെ കയറിയിരിക്കുക. അതെന്താ എന്തിൻ്റെ മേലെ കയറി? അപ്പോഴാണ് തന്നെ നോക്കി ചിരിക്കുന്ന പോലെ നിൽക്കണു ഗരുഡൻ്റെ പുറത്തിരിക്കുകയാണ്. ആ പാദങ്ങളിലും തള, ആ പാദത്തിൽ 10 നഖങ്ങൾ മനോഹരമായിട്ട് ശോഭിക്കണു. ഏത് ഭാഗത്താണ് കൂടുതൽ ചന്തം, എവിടെ ഇപ്പോൾ കൂടുതൽ നോക്കേണ്ടത്? കുട്ടിക്ക് കൺഫ്യൂഷനായി. അങ്ങനെ മൊത്തത്തിൽ ആ രൂപത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമായി. ഈ രൂപം മാഞ്ഞപ്പോൾ സങ്കടത്തോടുകൂടി കണ്ണുമിഴിച്ച് നോക്കിയപ്പോൾ താൻ എന്താണോ അകത്ത് കണ്ടത് ഇതാ മുമ്പിൽ വന്ന് നിൽക്കണം. അരേ, എന്താ അപ്പോൾ അത്ഭുതം! കണ്ണുകളിൽ നിന്ന് ധാരധാരായിട്ട് കണ്ണുനീരിങ്ങനെ ഒലിച്ചു വന്നുകൊണ്ടേയിരുന്നു എന്ന് പറയാണ്. ശബ്ദം കിട്ടണില്ല. അന്തമിട്ട് അങ്ങോട്ട് നിന്നോ കുട്ടി. ഭഗവാൻ ആ ഗരുഡൻ്റെ പുറത്തുനിന്ന് ചാടി ഇറങ്ങിയിട്ട് ആ ശംഖ് കൊണ്ട് ഉണ്ണിയുടെ ആ കവിൾത്തടത്തിലൊന്നിങ്ങനെ തഴുകിയപ്പോൾ ഒരു നവജീവൻ അങ്ങോട്ട് വന്നു. ഒരു വന്ദന ശ്ലോകം. ഉണ്ണി എന്താ അറിയോ? യോ അന്തപ്രവിശ്യ മമ വാദിമിമം പ്രസുപ്താം സംജീവയത്യഖില ശക്തിധരസ്വധാം അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദിൽ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യാതൊരു മഹാശക്തിയാണോ തൻ്റെ അകത്ത് പ്രവേശിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ വാക്കിന് ഉണർച്ച കിട്ടിയത്, കൈകാലുകൾക്ക് ചലനശക്തി തന്നത്, അതുപോലെ ബുദ്ധിയിൽ ഓർമ്മയും മറവിയും തന്ന് അനുഗ്രഹിച്ചത്, ത്വക്കിന് സ്പർശ അനുഭവങ്ങൾ, ചൂട്, തണുപ്പ്, കഠിനം, മൃദു എന്നുള്ള വികാരത്തെ തന്ന് അനുഗ്രഹിച്ചത്, ബാഹ്യമായ കാഴ്ചകൾ കണ്ണിന് ലഭ്യമാകാനുള്ള കരുത്ത് തന്നത്, സംഭാഷണശേഷി, വാഗ്വൈഭവം നാവിലൂടെ തന്നത്, അങ്ങനെയുള്ള ആ ശക്തിവിശേഷത്തെ സർവേശ്വര അങ്ങേ നന്ദിപൂർവം ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് ആ പ്രാർത്ഥനാ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആ ഭഗവാൻ പുഞ്ചിരിച്ച് ആ ഉണ്ണിയെ തഴുകി ആശ്ലേഷിച്ചു കൊണ്ട് പറഞ്ഞു, സ്വാമിക്ക് മനസ്സിലായി ഉണ്ണി മോനെ അച്ഛൻ്റെ മടിയിലിരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് അല്ലേ? സിംഹാസനത്തിലിരിക്കണം, അതല്ലേ വേണ്ടു. 36,000 വർഷം സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിച്ചുകൊണ്ട് ഇന്ദ്രലോകത്തിൻ്റെയും ചന്ദ്രലോകത്തിൻ്റെയും സൂര്യലോകത്തിൻ്റെയും ഋഷിമണ്ഡലത്തിൻ്റെയും ഒക്കെ ഉയരമുള്ള ഒരു ലോകം നിനക്കായിട്ട്, ധ്രുവലോകം എന്ന ഒരു സ്ഥാനം നിനക്കായിട്ട് നമ്മൾ കൽപ്പിക്കുന്നു. അന്ധകൻ്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ട് നിനക്ക് അവിടെ പ്രാപിക്കാൻ സാധിക്കും, ചിരഞ്ജീവിയായിക്കൊണ്ട് എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. ഇതാണ്
ഉത്ഥാനപാദൻ്റേതായിട്ടുള്ള ആ കഥാഭാഗങ്ങൾ